യുഎഇയിൽ വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്ന ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ താപനില 43 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. ചൂടിനൊപ്പം പൊടിക്കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. വരും ദിവസങ്ങളിൽ യുഎഇയിൽ താപനില ഗണ്യമായി വർദ്ധിക്കുമെന്നും അന്തരീക്ഷം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ ചൂട് 43 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. ഉൾപ്രദേശങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെടുമ്പോൾ തീരദേശ മേഖലകളിൽ അന്തരീക്ഷ ഈർപ്പം വർദ്ധിക്കാനാണ് സാധ്യത. ഇത് ചൂട് മൂലമുള്ള അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കും. കിഴക്ക് നിന്നുള്ള ന്യൂനമർദ്ദവും പടിഞ്ഞാറ് നിന്നുള്ള ഉച്ചമർദ്ദവുമാണ് നിലവിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം. ചൂടിനൊപ്പം പൊടിക്കാറ്റിനും സാധ്യത ഉള്ളതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റ് പൊടിപടലങ്ങൾ ഉയരാൻ കാരണമാകും. ഇത് കാഴ്ചാപരിധി കുറച്ചേക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവരും വാഹനമോടിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും ഇടയ്ക്കിടെ കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും കടലിൽ വിനോദത്തിൽ ഏർപ്പെടുന്നവരും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ശ്രദ്ധിക്കണം. കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബുധനാഴ്ച താപനിലയിൽ വീണ്ടും വർധനവുണ്ടാവുമെങ്കിലും വ്യാഴാഴ്ചയോടെ പടിഞ്ഞാറൻ മേഖലകളിൽ ചൂട് നേരിയ തോതിൽ കുറയാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച വരെ ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥ തുടരും. കിഴക്ക് നിന്നുള്ള ന്യൂനമർദ്ദവും പടിഞ്ഞാറ് നിന്നുള്ള ഉച്ചമർദ്ദവും ചേർന്നുള്ള അന്തരീക്ഷ മാറ്റങ്ങളാണ് ഇപ്പോഴത്തെ ഈ പ്രതിഭാസങ്ങൾക്ക് കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.